ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യൻ ഭയങ്കര സങ്കടത്തിലാണ്. കാരണം അച്ഛൻ അറിഞ്ഞിട്ട് വല്ലാത്ത വഴക്ക് കിട്ടിയല്ലോ ആര്യന്. 25,000 രൂപ ഗോപാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ബാലനോട് തിരിച്ച് ചോദിക്കുകയും ചെയ്തു. ബാലനാണെങ്കിൽ ആകെ നാണക്കേടും ആയിപ്പോയി. അതിൻ്റെ വഴക്ക് കിട്ടിയതിൻ്റെ ദേഷ്യം കേട്ടോ. പക്ഷേ മിത്രയാണെങ്കിലും അതുപോലെ തന്നെ ആര്യനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. പറയാണ്ട് പോയി വാങ്ങിച്ചിട്ട് ഇപ്പം അങ്കിളിൻ്റെ നിന്ന് വഴക്ക് കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ അന്ന് പറഞ്ഞതാ ട്രെയിനിങ്ങിന് പോണ സമയത്ത് ആരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങണ്ട, അല്ലെങ്കിൽ എനിക്ക് പോകണ്ടെന്ന്. ദേ മിത്രേ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. നീ ചെയ്യാൻ പോകുന്ന ജോലി അത് നിൻ്റെ സ്വപ്നമാണ്. അത് നടത്തി തരാൻ എൻ്റെ കടമയാണ്. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇതിൽ കാശ് കടം വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനിപ്പോൾ എന്താ കുഴപ്പം? അച്ഛനെ ഇത് വെറുതെ ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാനിട്ട് വന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒന്നാമതേ നീ ഈ പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നത് അച്ഛന് ഇഷ്ടമല്ല. അതൊക്കെ കൊണ്ടുള്ള ദേഷ്യമാണ്. അപ്പോൾ അവസാനം മീനാക്ഷി പറയാം, മതി രണ്ടുപേരും തമ്മിൽ ഇനിയിപ്പോൾ അതിനെ പറിച്ച് തർക്കിച്ച് നിൽക്കണ്ട. ഞാനേ ഒരു കാര്യം പറഞ്ഞേക്കാം. നാളെ തന്നെ ആ ഗോപാലേട്ടൻ്റെ പൈസ 25,000 രൂപ പെട്ടെന്ന് കൊടുത്തേരെ. ഇനിയിപ്പോൾ അച്ഛൻ്റെ വായിന്നത് കേൾക്കണ്ട. നാളെ തന്നെ ഞാൻ കൊടുത്തേക്കാം എന്ന് ആര്യം പറയുമ്പോൾ മിത്ര ചോദിക്കുക, മീനാക്ഷി ചേച്ചി എന്തുദ്ദേശിച്ചാണ് പറയണത്? ഒറ്റ രാത്രി കൊണ്ട് 25,000 രൂപ കൊടുക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? നമ്മളെവിടെ പോവാനാ? അതും ശരിയാ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനിയിപ്പം സമാധാനത്തോടെ ചെന്ന് കിടന്ന് ഉറങ്ങിക്കോ. ടെൻഷൻ അടിക്കണ്ട. അതിനുള്ള വഴി ഞാൻ കണ്ടുവയ്ക്കാം. എങ്ങനെ തരാമെന്നാ? എടി PF നിന്ന് വല്ല ഒരു 25,000 ലോൺ എടുത്ത് ഞാൻ നിങ്ങൾക്ക് തരാം. അതിനെ കൊണ്ട് കൊടുക്ക്, സമാധാനം ആവട്ടെ. അയ്യോ ചേച്ചി, എന്ത് ബുദ്ധിമുട്ടാണ് ചേച്ചിക്ക് ഞങ്ങൾ കാരണം. എൻ്റെ പൊന്നുമോളെ, നീ എൻ്റെ അനിയത്തിയും അവൻ എൻ്റെ അനിയനും അല്ലേ? എൻ്റെ സ്വന്തം അനിയത്തിക്കും അനിയനും ഒരു ആവശ്യം വന്നാൽ സഹായിക്കേണ്ട ചേച്ചിയുടെ കടമേനല്ലേ? അതാണ് ഞാനിപ്പോൾ ചെയ്തത്. നീ ഇപ്പം അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങ പിള്ളേരെ. നാളെ നേരം വെളുത്ത് ഞാൻ ഓഫീസിൽ പോയിട്ട് വേണം ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആക്കാൻ. എല്ലാ പൈസയും ക്ലിയർ ആയി കഴിഞ്ഞിട്ട് ഞാൻ ആര്യനെ വിളിക്കാം കേട്ടോ. ആര്യൻ ഓഫീസിലേക്ക് വന്നാൽ മതി. ശരി ചേച്ചി, ഒരുപാട് താങ്ക്സ്. താങ്ക്സ്. ഒന്ന് പോയേടാ. അങ്ങനെ അവരെ പറഞ്ഞു വിടുക കേട്ടോ. അകത്ത് ചെന്നിരിക്കുമ്പോൾ അവർക്ക് നല്ല വിഷമമാവണുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ നമ്മുടെ ആര്യന് ഉറക്കമേ വരുന്നില്ല. കാരണം അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേരും പറഞ്ഞിട്ടാണ് നീ പൈസ വാങ്ങിച്ചു തന്നു, എനിക്കാകെ നാണക്കേടായിപ്പോയെന്നു ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുക കേട്ടോ. എന്നിട്ട് മിത്രയും ഉറങ്ങിയിട്ടില്ല. മിത്രേ, നീ ഉറങ്ങിയില്ലേ? ഇല്ല. അല്ല, ഞാൻ ചില കാര്യങ്ങൾ ഓർക്കുക. എന്താണ്? അല്ല, അച്ഛനോട് പറയണമായിരുന്നില്ലേ 25,000 കടം വാങ്ങിച്ച കാര്യം? അല്ലെങ്കിൽ ഇപ്പം ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. അത് ശരി, ആര്യനപ്പോൾ ഇപ്പോഴാണല്ലേ ബോധം വീണത്? അന്നേ പറയണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ കടം വാങ്ങാൻ പോകണ്ടായിരുന്നോ? ഇത്രയൊക്കെ ഒപ്പിച്ച് വച്ചിട്ട് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതല്ലെന്നേ, ഞാനേ ഒരു കാര്യം ഓർക്കുക. ആര്യൻ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടാൽ പറ്റില്ല ആര്യ. കാരണം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് എൻ്റെ പഠിത്തത്തിന് ഒത്തിരി പൈസ ചിലവാകും. പിന്നെ ദിവസവും ഇങ്ങനെ കടം വാങ്ങാൻ പറ്റുമോ നമുക്ക്? ഇപ്പം എനിക്ക് ട്യൂഷനുണ്ട്, പക്ഷെ അത് പോരാ. കുറച്ചും കൂടെ കൂട്ടണം പിള്ളേരെ. എന്നിട്ട് ആര്യനെ എനിക്കൊന്ന് സഹായിക്കണം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം, അതല്ലേ നല്ലത്? അപ്പം ആര്യം പറയാം, അത് നല്ലതാണ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പ്ലാൻ ചെയ്തേക്കാണ്. എന്താണ് ആര്യ ചോദിക്കുമ്പോൾ ആര്യം പറയുന്നുണ്ട്, അതെ, എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അത് കൊള്ളാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആര്യൻ എന്താ ആഗ്രഹം? എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അങ്ങനെ അവർ ഓരോ ബിസിനസ്സുകളും ഇങ്ങനെ മുതൽ മുടക്കില്ലാതെ, ഒരുപാട് പൈസയൊന്നും മുടക്കാനില്ലല്ലോ, അങ്ങനെ ആലോചിക്കാം കേട്ടോ. അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. എന്നാലും ആര്യൻ്റെ മനസ്സിലൊരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാം. അതാകുമ്പോൾ ഇപ്പം പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ആകുമ്പോൾ 2 വരുമാനം കയ്യിൽ വരും. അപ്പോൾ ആരെയൊന്നും കടം വാങ്ങാതെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യാമല്ലോ. അത് നല്ലൊരു ഐഡിയ ആണ് എന്നും പറഞ്ഞ് തീരുമാനിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ആകാശ് ഗോമതി സ്റ്റോറിലെ കണക്കുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇത് മീനാക്ഷി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. മാറി നിന്നുകൊണ്ട് മീനാക്ഷിക്ക് ചിരിയും വരുന്നുണ്ട് ആകാശിൻ്റെ ഈ കണക്കെഴുത്ത്. എന്നിട്ട് അരിയെടുത്തതിൻ്റെ കണക്കോ എന്തൊക്കെൻ്റെ കണക്കുകളൊക്കെ തെറ്റിപ്പോവാം. എന്തായാലും ധർമ്മം അവനെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് ധർമ്മനെ വിളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മീനാക്ഷി അങ്ങോട്ട് വന്നിട്ട് കളിയാക്കാണ് ഗോമതി സ്റ്റോറിലെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെ തന്നെ ആയാലും ഗോമതി സ്റ്റോറിലേക്ക് തന്നെ വീണ്ടും നിന്നല്ലോ, വേറെ കട തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ആകാശ് പറയാം, നീ എന്നെ കൂടുതൽ കളിയാക്കല്ലേ. ഞാൻ എന്തൊക്കെ തന്നെ ആയാലും പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്നും പിന്മാറില്ല. ഞാൻ ഉറപ്പായിട്ടും അത് തുടങ്ങും. നീ ലൈസൻസ് തരാത്തോണ്ടുള്ള താമസം മാത്രമേ ഉള്ളൂ. നീ എന്നെ സഹായിച്ചെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയേനെന്ന് പറയാം കേട്ടോ. അതിനിടയിൽ കൂടെ ഇപ്പോൾ അവിടെ നടന്ന സംഭവം, ആര്യന് വഴക്ക് കിട്ടിയ കാര്യങ്ങളും 25,000 രൂപയുടെ പേരിൽ അച്ഛൻ വഴക്ക് കൊടുത്ത കാര്യമൊക്കെ ആകാശെടുത്ത് ഇടുവാണ്. ഞാനിപ്പം അമ്മ ഇപ്പം എന്നോട് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, ആകാശിനെ അച്ഛൻ എടുത്തിട്ട് പൊരിച്ചു എന്ന്.
വെറും ഒരു 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ നമ്മുടെ ആര്യനെ ഇട്ട് വഴക്ക് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ സ്വന്തം മോനല്ലേ, അവന് ഇപ്പോൾ ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ചു എന്നോ അല്ലെങ്കിൽ അതിപ്പോൾ അച്ഛൻ ഇത്ര നാണക്കേടാവാൻ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ നമ്മുടെ ആകാശ്. എന്നിട്ട് പറയണം, എനിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നീ കുറച്ച് കാശ് തരണമെന്നും ലൈസൻസ് ശരിയാക്കി തരണമെന്നൊക്കെ മീനാക്ഷിയോട് ചോദിക്കുക. മീനാക്ഷി പറയുന്നുണ്ട്, അത് നാളെ തന്നെ അവൻ്റെ പൈസ അടച്ച് തീർക്കാൻ അച്ഛൻ പറഞ്ഞേക്കണം ആര്യൻ്റെ. അവൻ്റെ കയ്യിൽ കാശില്ല, ഞാനൊരു 25,000 രൂപ PF നിന്ന് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? നീ ഇങ്ങനെ എടുത്ത് കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, എനിക്കും കൂടെ താടി കുറച്ച് എന്നൊക്കെ പറയാം. ഇല്ല, ആകാശിന് ഞാൻ ഒരിക്കലും ചെയ്യില്ല, ആകാശ് ഗോമതി സ്റ്റോറിൽ തന്നെ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവർ തമ്മിൽ സംസാരിക്കണം കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോൾ ആര്യൻ പതിവ് പോലെ ലോഡൊക്കെ കൊണ്ട് ഗോമതി സ്റ്റോറിലേക്ക് എത്തുവാണ്. അവിടെ ചെല്ലുമ്പോൾ ബാലന് നല്ല ദേഷ്യമുണ്ട്, കാരണം കടം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ, അതിൻ്റെ ഒരു ചുരുക്കുണ്ടല്ലോ. വരുമ്പോൾ തന്നെ ദേഷ്യപ്പെട്ട് പറയാം, രാമേട്ട എന്താ ഇത്, സാധനങ്ങളൊക്കെ ലോഡിറക്കാൻ എന്താ ഇത്ര താമസം, പെട്ടെന്നൊക്കെ വന്നൂടെ സാധനങ്ങൾ, എപ്പോഴേ ഓർഡർ കൊടുത്തതാ എന്നൊക്കെ ഇങ്ങനെ ആര്യം കേൾക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ആര്യം പറയുന്നുണ്ട് കേട്ടോ കൂടെ നിന്നവൻ്റെ അടുത്ത്, അതേ രാമേട്ടാ, ഇതേ മറ്റേ ചുമന്ന ബൾബ് സ്പീഡിൽ വരാൻ വേണ്ടി ലൈറ്റൊക്കെ കത്തി വരുന്നൊരു വണ്ടിയുള്ള ആംബുലൻസ്, അതല്ല എൻ്റെ വണ്ടി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്പീഡിൽ മാനിയം മര്യാദയായിട്ട് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. ശരി, പിന്നെ നല്ല രീതിയിൽ ചുമന്ന ലൈറ്റൊക്കെ ഇട്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന ഒരു ജോലി സ്വന്തമാക്കാമായിരുന്നല്ലോ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ബാലൻ. പിന്നുടനെ ഇപ്പുറത്തുനിന്നുകൊണ്ട് ആര്യൻ അച്ഛന് വേണ്ടിയിട്ട് പറയാം കേട്ടോ, അതേ രാമേട്ടാ, പിന്നെ മക്കളുടെ ഇഷ്ടങ്ങളാണ് ആദ്യം അച്ഛനമ്മമാർ നോക്കേണ്ടത്, അല്ലാതെ അച്ഛനമ്മമാരുടെ ഇഷ്ടങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. ആദ്യം അച്ഛനും അമ്മയും ആലോചിക്കണം, മക്കൾക്ക് എന്താ താല്പര്യം, എന്താ ഇഷ്ടം. എനിക്ക് IAS ഒന്നും ആവാൻ യാതൊരു താല്പര്യം ഇല്ലായിരുന്നു, എനിക്ക് വേറെ ചിലതൊക്കെയാണ് താല്പര്യം, അതൊന്നും അച്ഛൻ അന്വേഷിച്ചിട്ടില്ല, അതാ കാര്യം എന്നിങ്ങനെ പറയുമ്പോൾ ബാലൻ അവിടെ നിന്നുകൊണ്ട് വീണ്ടും പറയാൻ കേട്ടോ, അതെ രാമേട്ട, എല്ലാം രാമേട്ടൻ്റെ മുന്നിൽ നിർത്തിയാൽ പറയണം, നേരിട്ട് പറയാണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഇനിയൊരു അച്ഛനൊക്കെ ആവുമല്ലോ, അപ്പോഴും മനസ്സിലാക്കും മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്താണെന്നും എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്നും ഒക്കെ ഇങ്ങനെ പറയട്ടോ. അത് കഴിഞ്ഞ് ആര്യനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തി കുത്തി പറയണം. അവസാനം ബാലൻ പറയണം, ഈ കടം വാങ്ങിച്ചുള്ള ഇതൊന്നും നല്ലതല്ല, പിന്നെ തുടക്കത്തിൽ കുറച്ചൊക്കെ കടം വാങ്ങും, പിന്നെ വലിയ കടക്കാരനാവും, അല്ലെങ്കിൽ തന്നെ ഈ കടം വാങ്ങി ചെറുതായാലും വലുതായാലും കടം വാങ്ങി ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രാരാബ്ധമായി തന്നെ മാറും, അവസാനം തലേന്ന് ഒഴിയാത്തതാവും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ ആര്യൻ അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ആര്യൻ ലോഡെല്ലാം ഇറക്കിക്കൊണ്ട് വെച്ചിട്ട് കാശ് ചോദിക്കുകയാണ്. അത് ഞാൻ ഡീലറെ ഏൽപ്പിച്ചോളാമെന്ന് ബാലൻ പറയുന്നുണ്ട്. ഡീലറല്ലല്ലോ സാധനം കൊണ്ട് തന്നത്, നമ്മൾ ഈ വണ്ടിയിലല്ലേ കൊണ്ടു തന്നത്, നമ്മുടെ കയ്യിൽ തന്നെ പൈസ തന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ബാലൻ അത് എണ്ണി തിട്ടപ്പെടുത്തി കൂടെ വന്ന പയ്യൻ്റെ കൊടുക്കുകയാണ്. ഒരു 100 രൂപ എക്സ്ട്രാ ടിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആര്യം പറയാം, എനിക്ക് ആരുടെയും ടിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ശമ്പളം തന്നെ ധാരാളം, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് പോകുന്നവനാണ്. പിന്നെ എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാണ്, ഈ ജോലി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു വരുമാനം കൂടെ കിട്ടുന്ന ഒരു ബിസിനസ് കൂടെ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുവാണ് കേട്ടോ എന്നിങ്ങനെ അച്ഛൻ കേൾക്കാൻ വേണ്ടി പറയാം. അപ്പോഴത്തേനും ബാലൻ്റെ അഭിമാനം തോന്നണം കേട്ടോ, കാരണം ഇത്രയൊക്കെ വാശി കയറ്റിയപ്പോഴത്തേക്കും ആര്യൻ്റെ ആ മനസ്സ് തിരിച്ചറിയാൻ പറ്റിയല്ലോ. എന്നിട്ട് ആര്യം വീണ്ടും പറയാം, എന്തായാലും ചില ആൾക്കാരോട് പറഞ്ഞ കാര്യം ശരിയാണ്, ചുമ്മാ കടം വാങ്ങിച്ചിങ്ങനെ നടന്ന അവസാനം തലേന്ന് വലിയൊരു ബാധ്യതയാവും, അതുകൊണ്ട് കടമില്ലാതെ ജീവിക്കുന്നതാണ് നല്ലത്, ചെറുതും അതൊരു പോയിന്റ് തന്നെയാണ് കേട്ടോ എന്ന് ഇത്രയും പറഞ്ഞിട്ട് പോവാണ് കേട്ടോ തിരിച്ചാ വണ്ടിയും കൊണ്ട്. അപ്പം തന്നെ ബാലന് പെട്ടെന്ന് ചിരി വരുന്നുണ്ട്. എന്നിട്ട് ബാലൻ പെട്ടെന്ന്, അയ്യോ മോനെ, രാമേട്ടാ, ആര്യനോട് പറ സൂക്ഷിച്ച് പോവാൻ കേട്ടോ വണ്ടിയിൽ എന്ന് പറയുമ്പോൾ ആര്യൻ അത് കേൾക്കാട്ടോ. ആര്യൻ തിരിഞ്ഞു നോക്കി അച്ഛനെ നോക്കിയിട്ട് ശരി ഞാൻ സൂക്ഷിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞ് ആര്യനും പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മൾ ധർമ്മനും ആകാശവും ഒക്കെ ചിരിച്ചുകൊണ്ടിരിക്കുക, കാരണം അച്ഛൻ പറയണതിന് അപ്പുറമായിട്ട് മോൻ അവിടെ നിന്ന് പറയാനായിട്ട് ആകാശം സഹിക്കാൻ പറ്റുന്ന ചിരിയാട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് മീനാക്ഷി രാവിലെ തന്നെ ഓഫീസിൽ വന്നിട്ട് മെയിൻ ഓഫീസറെ കാണാനായിട്ട് ചെല്ലാണ്, കാരണം PFൻ്റെ കാര്യത്തിന് ലോണൊക്കെ എഴുതി കൊടുക്കണമല്ലോ. ആ സമയത്ത് അവിടെ ഡോർ അടഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എത്ര സമയം വെയിറ്റ് ചെയ്ത്, സാർ എന്താ എത്താത്തത്? അപ്പോൾ വീണ മാഡം അങ്ങോട്ട് വരുന്നുണ്ടോ? വീണ മാഡം പറയുന്നുണ്ട്, സാർ ഇന്ന് ലീവാണ്. ആണോ? അയ്യോ, എന്തായാലും ലീവാണെങ്കിലും ഇന്നും നാളെയൊന്നും സാറിനെ പ്രതീക്ഷിക്കേണ്ട, 2 ദിവസം കഴിഞ്ഞേ വരൂ. എന്താ മീനാക്ഷി അത്ര അത്യാവശ്യം? അയ്യോ മാഡം, എനിക്കൊരു 25,000 രൂപ PF വഴി ലോൺ എടുക്കാനുണ്ടായിരുന്നു, അതിൻ്റെ കാര്യങ്ങൾക്ക് സാറിൻ്റെ ഒരു സൈൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ. അയ്യോ അതിപ്പം നടക്കില്ലല്ലോ.
ഇനിയിപ്പോൾ എന്താ അത്ര അത്യാവശ്യമാണോ? അതെ, ആരിനൊരു 25,000 രൂപ അത്യാവശ്യമുണ്ട്, അവനത് കൊടുക്കണം, ഇന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു പോയി. അയ്യോ അതാണോ കാര്യം? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അവിടെയുള്ള ഒരു പിയൂണുണ്ടല്ലോ, അച്യുതൻ്റെ ശരിക്കും ബിനാമിയായിട്ടുള്ള ഒരുത്തൻ അവിടെ ഉണ്ടല്ലോ, ആ പിയൂണ് ഇതെല്ലാം കേട്ടും കൊണ്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കുക കേട്ടോ. എന്തായാലും മീനാക്ഷിക്ക് വലിയൊരു പാല വെച്ച് കൊടുക്കാം. മീനാക്ഷിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പണി ഓട്ടിക്കണമല്ലോ, കൈക്കൂലി കേസിലകത്താക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു തുറുപ്പ് ചീട്ട് കയ്യിൽ വന്ന് കിട്ടുക കേട്ടോ. മീനാക്ഷി ഇത് അറിയണമൊന്നുമില്ലല്ലോ. അങ്ങനെ വീണ മാഡം പറഞ്ഞു, നീ സമാധാനപ്പെട്ട്, നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? എനിക്ക് 25,000 ആണ്, അത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ നോക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ പിയൂണ് ഇതെല്ലാം കേട്ട് അങ്ങോട്ട് പോവാട്ടോ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്